ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും GKPSCയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളെക്കുറിച്ചിട്ടാണ്. നമ്മൾക്കറിയാം, PSC ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനമായിട്ടും ലോകത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിപ്ലവങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ അതാണ് കവർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ SCRT ടെസ്റ്റിൽ നിന്നുള്ള പാഠഭാഗങ്ങളും അതിൻ്റെ പോയിന്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. സോ ആദ്യമായിട്ട്, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാൻ്റെ ഏത് കവിതയിലാണ് ഈ വരികളുള്ളത്? ഉത്തരം ഉദ്ബോധനം. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ്, കുമാരനാശാൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കായ്ക്കരയിലാണ്. സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനുള്ള സമരങ്ങൾ അറിയപ്പെടുന്നതാണ് വിപ്ലവങ്ങൾ. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. നവോത്ഥാനത്തിൻ്റെ ഫലമായി യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുള്ള കണ്ടുപിടുത്തങ്ങൾ മൂലം രൂപം കൊണ്ട ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനമാണ് ജ്ഞാനോദയം. യൂറോപ്പിൽ ജ്ഞാനോദയം രൂപം കൊണ്ട വർഷമാണ്, അല്ലെങ്കിൽ ആ നൂറ്റാണ്ടാണ് 18-ാം നൂറ്റാണ്ട്. ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ച ആശയങ്ങളായിരുന്നു സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത എന്നിവ. ഇനി നമുക്ക് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണിത്. എന്ത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഭരണ പങ്കാളിത്തമായിരുന്നു. യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറി തുടങ്ങിയ നൂറ്റാണ്ടാണ് 16-ാം നൂറ്റാണ്ട്. ഈ കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിഭവങ്ങൾ കൈയടക്കുക എന്നതാണ്. കാരണം ഓരോ നാട്ടിലും ജനസംഖ്യ കൂടി വരുമ്പോൾ നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിഭവങ്ങൾ കുറയുകയും നമ്മൾക്ക് കൂടുതൽ വിഭവങ്ങൾ ലഭിക്കുവാൻ വേണ്ടി കുറേയധികം ദൂരം സഞ്ചരിക്കേണ്ടതും വരും. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണമാണ് 13. ഓർക്കുക, വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ഇംഗ്ലണ്ട് 18-ാം നൂറ്റാണ്ടോടെ സ്ഥാപിച്ച കോളനികൾ 13 എണ്ണമാണ്. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ഇംഗ്ലണ്ടുകാർ സ്ഥാപിച്ച കോളനികളാണ് ന്യൂ ഹാംഷയർ, ന്യൂയോർക്ക്, ന്യൂജേഴ്സി, വെർജീനിയ, മാസച്യൂസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, പെൻസിൽവാനിയ, ഡലാവയർ, മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ എന്നീ 13 സ്റ്റേറ്റുകൾ. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ എത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. ഇന്ത്യയിലെ ജനങ്ങളെന്ന് കരുതി കൊളംബസ് ഇന്ത്യക്കാരാണെന്ന് തെറ്റിദ്ധരിച്ച് വിളിച്ച ജനവിഭാഗമാണ് വടക്കേ അമേരിക്കൻ. പിൽക്കാലത്ത് റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെട്ട ജനതയും ഈ വടക്കേ അമേരിക്കൻ ജനതയാണ്. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തിനെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മെഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ അമേരിക്കയിലെത്തി ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്നത് തീർത്ഥാടക പിതാക്കൾ അഥവാ പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ്. അമേരിക്കൻ കോളനികൾ കൈയടക്കിയതിലൂടെ ഇംഗ്ലണ്ടുകാർ പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഇംഗ്ലണ്ടുകാരുടെ വ്യാവസായികങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഇംഗ്ലണ്ടുകാരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള കമ്പോളമായുമാണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം അറിയപ്പെടുന്നത് മെർക്കന്റലിസം എന്ന പേരിലാണ്. ഇംഗ്ലീഷുകാർ നടപ്പിലാക്കിയ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും ആവശ്യമായ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം
ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇതൊക്കെയാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. അമേരിക്കൻ കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഉൽപ്പന്നങ്ങളിൽ ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റി അയക്കാവുന്നവയാണ് പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില എന്നിവ. ഇംഗ്ലണ്ടിൽ നിന്നും കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇറക്കുമതി ചുങ്കം നൽകേണ്ട വസ്തുക്കളായിരുന്നു തേയില, ഗ്ലാസ്, കടലാസ് എന്നിവ. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി ശക്തമായ പ്രതിഷേധമുയർത്തിയ രാജ്യമാണ് അമേരിക്ക. ബോസ്റ്റൺ ടീ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം നടന്നത് 1773 ഡിസംബർ 16 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏത് ചിന്തകന്റെ ആശയമാണിത്? ജോൺ ലോക്ക്. ഏതെങ്കിലും വിദേശശക്തിക്ക് അഥവാ ഇംഗ്ലണ്ടിന് ഈ വൻകര അഥവാ വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടത് തോമസ് പെയിൻ ആണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി കോളനികളുടെ പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ ചേർന്ന സമ്മേളനം അറിയപ്പെടുന്നതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷമാണ് 1774. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനിയാണ് ജോർജിയ. 13 കോളനികളുണ്ടായിരുന്നു. അതിൽ 12 എണ്ണവും ഈ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുത്തു. ജോർജിയ എന്ന ഒരു കോളനി മാത്രം പങ്കെടുത്തില്ല. കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നൽകിയ നിവേദനത്തിലെ ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണം. കോളനി ജനതയുടെ അംഗീകാരമില്ലാത്ത നികുതി ചുമത്തരുത്. എന്നാൽ രാജാവ് ഈ ആവശ്യങ്ങൾ നിരാകരിക്കുകയും ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയക്കുകയും ചെയ്തു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിയിച്ചു. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് 1775. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലമാണ് ഫിലാഡൽഫിയ. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുത്തത് ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു. കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയത് തോമസ് പെയിൻ ആണ്. കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിക്കുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചതും തോമസ് പെയിൻ ആണ്. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷമാണ് 1776 ജൂലൈ 4. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നാണ്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏത് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണിത്? പ്രശസ്തമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ച വർഷമാണ് 1781. ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചതിൻ്റെ ഭാഗമായി ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി നടന്ന വർഷമാണ് 1783. അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലമാണ് ഫിലാഡൽഫിയ. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന്
നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ ആണ്. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിംഗ്ടൺ. പിൽക്കാല ലോക ചരിത്രത്തിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സംഭാവനകളാണ് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. ഫ്രണ്ട്സ്, ഈ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്